ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചൈനയിലേക്ക് വരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയാം. അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ, ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കൂ. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിസയാണ്. അപ്പോൾ ഇവിടെ വിസ എന്ന് പറയുന്നത് ഇസർഡ് വിസയുണ്ട്. ഇസർഡ് വിസ എന്ന് പറഞ്ഞാൽ ജോബ് വിസയാണ്. പിന്നെ എക്സ് വിസയുണ്ട്, അത് സ്റ്റുഡൻറ്റ് വിസ, പഠനത്തിന് വേണ്ടിയുള്ള വിസയും. എൽ വിസ എന്ന് പറയുന്നത് ടൂറിസവും. എം വിസ ബിസിനസ്സാണ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള വിസ. ഇതിനകത്ത് S1ഉം S2 ഉണ്ട്, ഡിപ്പെൻഡൻറ്റ് വിസയും ഉണ്ട്. പിന്നെ വേറെ എല്ലാത്തേക്കും ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെ കോമൺ ആയിട്ട് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന വിസകൾ ഇതൊക്കെയാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ആപ്പുകളുടെ കാര്യമാണ്. ആപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, വാട്സപ്പ്, അതുപോലെ തന്നെ ഗൂഗിൾ, ഇതെല്ലാം ഇവിടെ ബാൻ ചെയ്തേക്കും. അപ്പം ഇവിടെ അതൊന്നും കിട്ടത്തില്ല. അപ്പം നമുക്കിത് വേണമെങ്കിൽ നാട്ടിൽ നിന്നേ നമ്മളിതെല്ലാം ഡൗൺലോഡ് ചെയ്തുകൊണ്ട് തന്നെ വരണം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ചൈനയിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വീചാറ്റും അലിപേയും, അതുപോലെ ദീദി എന്ന് പറയുന്നത് ടാക്സി, ഊബർ, പിന്നെ ഫുഡ് ഡെലിവറിക്കൊക്കെയുള്ള ആപ്പുകളുണ്ട്. അതൊക്കെ നമ്മളാണെങ്കിൽ വീചാറ്റിൽ അലിപേയിൽ നോക്കുമ്പോൾ അതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വന്നാൽ നമ്മളിപ്പം ചൈനയിൽ എത്തിയ ശേഷം നമുക്കാണെങ്കിൽ ഇപ്പം നമ്മുടെ പാസ്പോർട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ എടുക്കാം. അതിനുശേഷം നമ്മൾ പക്ഷേ റെസിഡൻസ് പെർമിറ്റ് കിട്ടിയാൽ ബാങ്ക് കാർഡൊക്കെ കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഫോൺ നമ്പർ എടുത്താൽ വീചാറ്റും അലിപേയും ഒക്കെ അതിനകത്ത് ഈസിയാണ്. ഇപ്പം അലിപേ കുറച്ചുകൂടെ പുറത്തുള്ള ഇൻ്റർനാഷണൽ കാർഡ്സൊക്കെ ഇപ്പോൾ അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നാണെങ്കിൽ നമുക്ക് പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ VPN, അതായത് നമ്മളിപ്പം എക്സ്പ്രസ് VPN പോലുള്ള VPN ഒക്കെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴേ ഏതെങ്കിലും ഒരു VPN ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വരണം. എന്നിട്ട് അവിടുന്ന് തന്നെ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് കറക്റ്റായിട്ട് വരണം. അപ്പം നമുക്ക് പുറത്തുള്ള അതായത് നമ്മുടെ വെസ്റ്റേൺ ആപ്സുകളൊക്കെ നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും ക്യാഷ് കൊണ്ട് നടക്കത്തില്ല. എല്ലാം അലിപേ, വീചാറ്റ് പേ ആണ്. എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് ഇവിടെ ആരും അങ്ങനെ ക്യാഷ് ഒന്നും കൊണ്ടു നടക്കത്തില്ല. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാഷ് അങ്ങനെ കൈ വയ്ക്കാം. അല്ലാതെ ഇവിടെ മൊത്തം ഇവിടെ എന്ത് സാധനം ചെയ്യാനും നമുക്ക് വീചാറ്റും അലിപേയും മാത്രം മതി. അല്ലാതെ നമ്മൾ പൈസ കൊണ്ടു നടക്കേണ്ട കാര്യമേ ഇല്ല. എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അങ്ങാനും പോകുമ്പോൾ മാത്രം ആദ്യം കുറച്ച് ക്യാഷ് കൈ വയ്ക്കണം. കാരണം ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിന് കാർഡൊക്കെ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരരുത്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ മാത്രമേ ക്യാഷ് ഉള്ളൂ. അല്ലാതെ ബാക്കി എല്ലായിടത്തും അലിപേയും വീചാറ്റുമാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭാഷ. ഇവിടെ ആണെങ്കിലും മേജർ സിറ്റീസിലൊക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയത്തുള്ളൂ. കുറച്ച് ഉള്ളിലോട്ടൊന്നും വന്നാൽ ആർക്കും അധികം ഇംഗ്ലീഷ് അറിയില്ല. പക്ഷേ ഇവിടെ നമുക്ക് ട്രാൻസ്ലേഷൻ ഉപയോഗിച്ച് എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അതൊന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന വിഭവങ്ങളൊന്നും അല്ല നമുക്ക് ചൈനയിൽ വരുമ്പോൾ കിട്ടുന്നത്. ഇവിടെ കോമൺ ആയിട്ട് ഹോട്ട് പോട്ട്, ഷേഷ്വാൻ, പിന്നെ നൂഡിൽസ്, ഡംപ്ലിങ്സ് ഒക്കെയാണ്. പിന്നെ നമ്മൾ ചിക്കൻ ഫീറ്റ്, അതായത് ചിക്കൻ്റെ കാലിൻ്റെ അടി, അത് പിന്നെ ഡക്ക് ബ്ലഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് നമുക്ക് ഒരു വല്ലാതെ തോന്നുന്ന ഫുഡുകൾ ഇവിടെ കോമൺ ആണ്. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ. അത് ഇവിടെ വളരെ സുരക്ഷിതത്വവും എല്ലാം ഉള്ള കാര്യങ്ങളാണ്. ഇവിടെ ഹൈസ്പീഡ് ട്രെയിനുകളുണ്ട്, മെട്രോ ഉണ്ട്, ടാക്സികളുണ്ട്. ഇതെല്ലാം നല്ല സുരക്ഷിതവും നമുക്ക് കറക്റ്റ് സമയത്തിന് വരുന്നതും എല്ലാം കറക്റ്റാണ്. നമുക്കിതിനകത്തൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ trip.com ഉപയോഗിച്ചാൽ മതി. നമുക്ക് ഇതിനകത്തെല്ലാം പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നമുക്ക് അതിനകത്തൂടെ പറ്റുകയും ചെയ്യും. പിന്നെ ടോയ്ലറ്റ്സുകൾ എല്ലായിടത്തും, പബ്ലിക് ടോയ്ലറ്റുകൾ നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയുള്ള പബ്ലിക് ടോയ്ലറ്റ് എല്ലായിടത്തും അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം, എല്ലായിടത്തും പോലീസിൻ്റെ ഒരു നോട്ടം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ദൂരോട്ടൊക്കെ പോവുകയാണെങ്കിൽ എല്ലായിടത്തും പോലീസ് കാണും. അപ്പോൾ നമ്മളാണെങ്കിൽ ദൂരോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും പാസ്പോർട്ട് വെക്കണം. അപ്പം അവർ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇപ്പം നമ്മൾ പാസ്പോർട്ട് കാണിക്കാൻ പറയും. ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ അവർ പറയും ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എൻട്രി ആയിട്ടൊക്കെ നമ്മൾ പാസ്പോർട്ട് കാണിക്കണം. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് എപ്പോഴും കയ്യിൽ വെച്ചിരിക്കണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ഡിഫറൻസ്. ഇവിടെ അങ്ങനെ ഇവിടെ ഉറക്കെ സംസാരിക്കും. ഇവർ വൈകിട്ടാകുമ്പം ഇവിടുത്തെ എൽഡർലി പീപ്പിൾ ഇവിടെ വൈകിട്ട് ഇവർ ഡാൻസ് കളിക്കും. ഇവർ ഓരോരോ കമ്മ്യൂണിറ്റി ഡാൻസ് കളിക്കും. അങ്ങനെ കുറച്ച് കൾച്ചറൽ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അതൊന്നും വലിയ സംഭവമൊന്നുമല്ല. പിന്നെ എല്ലാവരും മനുഷ്യരും ഒന്നാണ്. എല്ലാ മനുഷ്യരും രൂപം കൊണ്ടൊക്കെയുള്ള വ്യത്യാസം, അല്ലാതെ എല്ലാവരും പാവങ്ങളാണ്. ഇപ്പം എന്തെങ്കിലും സഹായം ഇപ്പം നമുക്ക് വേണമെങ്കിൽ ആരോട് ചോദിച്ചാലും നമുക്ക് ചെയ്തു തരും. അത് ഇപ്പം ഭാഷ തന്നെ വേണമെന്നില്ലല്ലോ. നമ്മളിപ്പം ആംഗ്യ ഭാഷയായാലും ഏത് രീതിയിലും കൂടെയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത്രയൊക്കെയാണ് ഇവിടെ ചൈനയിലെ വിശേഷങ്ങൾ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.